ശക്തമായ മഴയെ തുടർന്ന് ദേശീയപാതയോട് ചേർന്നുള്ള മൺതിട്ട ഇടിഞ്ഞു വീണ് വീട് പൂർണ്ണമായും തകർന്ന് പീരുമേട്ടിലെ ഒരു കുടുംബം വലിയ പ്രതിസന്ധിയിൽ. പീരുമേട് കളിയിക്കൽ ചാക്കോ ജോർജിന്റെ വീടാണ് കഴിഞ്ഞ ദിവസം പെയ്ത കനത്ത മഴയിൽ തകർന്നടിഞ്ഞത്. ദേശീയപാത 183 ചേർന്ന് റോഡിന്റെ താഴ്ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഇവരുടെ വീടിന് മുകളിലേക്ക് വലിയ മൺതിട്ട ഇടിഞ്ഞു വീഴുകയായിരുന്നു. അപകട സമയത്ത് ചാക്കോ ജോർജും ഭാര്യ സാറാമ്മയും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. വലിയ ശബ്ദം കേട്ട് തൊട്ടടുത്ത നിമിഷം ഇരുവരും പുറത്തേക്ക് ഇറങ്ങി ഓടിയതിനാലാണ് വൻ ദുരന്തം ഒഴിവായതും ജീവൻ തിരിച്ചു കിട്ടിയതും. ശക്തമായ മഴയിൽ ഞങ്ങളുടെ വീടിന്റെ ഭിത്തി ഇടിഞ്ഞു വന്ന് എല്ലാ സാധനങ്ങളും ഇടിഞ്ഞ് ഭിത്തിയോടുകൂടി ഇങ്ങനെ പെരയ്ക്കകത്ത് കയറി വന്നു. കാപ്പിയൊക്കെ മേളിൽ നിന്ന് ആ കാപ്പിയെല്ലാം ഞങ്ങളുടെ പെരയ്ക്കകത്താണ് ഇപ്പം നിൽക്കുന്നത്. ഞങ്ങളുടെ സാധനങ്ങളെല്ലാം ഈ മണ്ണിനടിയിൽപ്പെട്ടു പോയി. എല്ലാം ഒരു കുടിക്കാൻ ഒരു ഗ്ലാസ് പോലും ഇല്ല, പാത്രം ഒരു കാപ്പി ഇടാൻ ഒരു പാത്രം പോലും ഇല്ല. എല്ലാം ഉൾപ്പെടെ സർവത്ര സാധനങ്ങളും അതിനടിയിലാണ് കിടക്കുന്നത്. ഗ്യാസ് ഉൾപ്പെടെ, ഗ്യാസ് ഉൾപ്പെടെ അതിനടി കിടക്കുക. ഒരു എടുക്കാനൊന്നും ഒരു നിവൃത്തിയില്ല. മേളിൽ നിന്ന് നമ്മളെന്തെങ്കിലും മാറ്റിയാൽ മാത്രമേ അത് എടുക്കാൻ പറ്റത്തുള്ളൂ. അത് ഒന്നും ചെയ്യാൻ മേലാത്ത അവസ്ഥ കിടക്കുന്നു. ദീർഘകാലത്തെ സൈനിക സേവനത്തിന് ശേഷം നാട്ടിലെത്തി സമ്പാദ്യമത്രയും സ്വരുക്കൂട്ടി നിർമ്മിച്ച ചാക്കോ ജോർജിന്റെ ഏക തലച്ചായ്ക്കലിടമാണ് നിമിഷ നേരം കൊണ്ട് മണ്ണിനടിയിലായത്. അപകട വിവരം അറിയിച്ചിട്ടും ദേശീയപാത അധികൃതരുടെ ഭാഗത്തുനിന്ന് നിരുത്തരവാദപരമായ സമീപനമാണ് ഉണ്ടായതെന്ന് കുടുംബം ആരോപിക്കുന്നു. സ്ഥലം സന്ദർശിച്ച അധികൃതർ യാതൊരു ഉറപ്പും നൽകാതെ മടങ്ങുകയായിരുന്നു. വീട് പൂർണ്ണമായും നഷ്ടപ്പെട്ടതോടെ നിലവിൽ ഒരു വാടക വീട്ടിലാണ് ഈ കുടുംബം കഴിഞ്ഞുകൂടുന്നത്. കളരിക്കൽ ചാക്കോച്ചേട്ടൻ എന്ന് പറയുന്ന ആളുടെ വീടിൻ്റെ മുകളിലേക്ക് NH സൈഡ് ഇടിഞ്ഞ് 3-4 മുറികളും അവരുടെ താമസിക്കാൻ മേലാത്ത അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു. വില്ലേജുകാരെ അറിയിച്ചിട്ടുണ്ട്. പിന്നെ NH കഴിഞ്ഞ 2 കൊല്ലം മുമ്പും ഇതേ സംഭവം തന്നെ ഇതുപോലെ മണ്ണിടുകയും അവരെ അറിയിക്കുകയും മണ്ണ് നീക്കം ചെയ്യാൻ മാത്രം ശ്രമിച്ചിട്ടുള്ളതും. പിന്നെ ദേശം ഒരു 100 അടിയോളം പൊക്കത്തിൽ നല്ല കെട്ടി ഹൈവേയുടെ ഭാഗം പൂർത്തീകരിക്കണം, അല്ലെങ്കിൽ ഈ വീട് ബാക്കിയും കൂടെ ഇടിയാനുള്ള സാധ്യത നിലനിൽക്കുന്നതാണ്. ഇനിയൊരു പുതിയ വീട് വച്ചുയർത്തുക എന്നത് നിലവിലെ സാഹചര്യത്തിൽ ഇവർക്ക് അസാധ്യമാണ്. അധികൃതരുടെ അടിയന്തര ശ്രദ്ധയും സർക്കാർ തലത്തിലുള്ള സാമ്പത്തിക സഹായവും പ്രതീക്ഷിച്ചാണ് ഈ കുടുംബം ഇപ്പോൾ ദിവസങ്ങൾ തള്ളി നീക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പീരുമേട്.